അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ ഹജ്ജിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണല്ലോ അറഫയിലെ നൃത്തം. അറഫ എന്നാൽ അറിഞ്ഞു എന്നാണ് ഭാഷാപരമായ അർത്ഥം. ആദിപിതാവായ ആദം നബി അലൈഹിസ്സലാമും മനുഷ്യവർഗത്തിൻ്റെ ഒന്നാമത്തെ മാതാവായ ഹവ്വ റളിയല്ലാഹു തആല അൻഹയും ഈ ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയ സ്ഥലമാണെന്നും തൻ്റെ സൃഷ്ടാവിൻ്റെ സൃഷ്ടികൾ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ സ്ഥലമാണെന്നും മനുഷ്യനെ തന്നെ സ്വയം തിരിച്ചറിയുന്ന സ്ഥലമാണെന്നും വിവിധങ്ങളായ വീക്ഷണങ്ങൾ ഈ നാമത്തിന് പിന്നിൽ വന്നിട്ടുണ്ട്. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്നാൽ അറഫ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തത്. അറഫയിൽ ഹാജരാകാത്തവർക്ക് ഹജ്ജ് തന്നെയില്ല. എത്ര രോഗബാധിതനായ മനുഷ്യനാണെങ്കിലും ഹജ്ജിന് സംബന്ധിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, എത്ര അപകടകരമായ അവസ്ഥയിൽ നിലനിൽക്കുന്ന ആളുകളെപ്പോലും ഹജ്ജിൽ സംബന്ധിക്കണമെങ്കിൽ അവരെ ആ നിലയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അറഫയിൽ സമ്മേളിപ്പിക്കൽ ബാധ്യതയാണ്. ആ നിലയിൽ രോഗികളായിട്ടുള്ള ആളുകളെപ്പോലും ആശുപത്രികളിൽ നിന്ന് അത്യന്താധുനികമായ സൗകര്യങ്ങളോടെ അറഫയിൽ കൊണ്ടുവരുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. മനുഷ്യകുലത്തിൻ്റെ നേതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും ഹാജറ ബീവിയുടെയും ഇസ്മായിൽ നബിയുടെയുമെല്ലാം ത്യാഗസമ്പൂർണമായ ജീവിതം സ്മരിക്കാതെ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഹജ്ജ് പൂർത്തീകരിക്കാൻ കഴിയുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ നാം ആലോചിച്ചു നോക്കൂ, ആ പരിശുദ്ധമായ ഹജ്ജിലേക്ക് നാം നോക്കുകയാണെങ്കിൽ മാനവികതയുടെ, സഹിഷ്ണുതയുടെ, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, നിശ്ചയദാർഢ്യത്തിൻ്റെ, പ്രായശ്ചിത്തത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ലോക മഹാസംഗമമാണ് വിശുദ്ധമായ അറഫയിൽ സമ്മേളിക്കുന്നത്. അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അറബിയെന്നോ അനറബിയെന്നോ രാജാവെന്നോ പ്രജയെന്നോ അല്ലെങ്കിൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ സുന്നിയെന്നോ ഷിയയെന്നോ അല്ലെങ്കിൽ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ യാതൊരു വ്യത്യാസവുമില്ല. നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രിയപ്പെട്ടവർ കുളിപ്പിച്ചതിന് ശേഷം നമ്മളുടെ ശരീരത്തിൽ ധരിപ്പിക്കുന്ന ആ കഫൻ പുടവയുണ്ടല്ലോ, ആ കഫൻ പുടവയെ അനുസ്മരിപ്പിക്കുന്ന വസ്ത്രം. എല്ലാ മനുഷ്യരുടെയും ചുണ്ടുകളിൽ ഒരേ ഒരു മന്ത്രം മാത്രം, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ, ഞങ്ങളിതാ ഹാജരായിരിക്കുകയാണ്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അടിയങ്ങളിതാ ഹാജരായിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഹംദുകളും എല്ലാ നിലയിലുമുള്ളതായ പ്രകീർത്തനങ്ങൾ, മഹത്വപ്പെടുത്തലുകൾ നിനക്ക് മാത്രമാണ്. എല്ലാത്തിൻ്റെയും അധികാരം നിന്റെ കൈകളിൽ മാത്രം. ഈ ആശയം വരുന്ന തൽബിയത്തിൻ്റെ ആ മന്ത്രം മാത്രമാണ് എല്ലാ മനുഷ്യരുടെയും ചുണ്ടുകളിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്നത്. ആടയാഭരണങ്ങൾ ഇല്ല. അക്ഷരാർത്ഥത്തിൽ ഒരു മിനി മഹ്ശറയുടെ രംഗമാണ് അറഫയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥ മഹ്ശറയിൽ പ്രായശ്ചിത്തത്തിന് അവസരമില്ലല്ലോ. പരീക്ഷ അവസാനിച്ചതിന് ശേഷമുള്ള വിധി നിർണയ ദിനം. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ മിനി മഹ്ശറയിൽ തൻ്റെ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യാനുള്ള സുവർണാവസരമുണ്ട്. അതെ, ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരും പ്രപഞ്ചരക്ഷിതാവായ പടച്ച തമ്പുരാന്റെ മുന്നിൽ സമന്മാരാണ്. ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് തങ്ങളുടെ ആവലാതികളും പ്രശ്നങ്ങളും പാപങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിൽ ഇറക്കി വെച്ച് മാപ്പപേക്ഷിക്കുമ്പോൾ, സഹോദരങ്ങളെ, സ്വന്തം ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് എത്ര സംശുദ്ധമായ മനസ്സോടെയാണോ, അതുപോലെ പാപത്തിൻ്റെ എല്ലാ കറകളും അതിൽ നിന്ന് പരിശുദ്ധമായി ഊതിക്കാച്ചിയ പൊന്നുപോലെ പരിശുദ്ധനായി ഒരു മനുഷ്യൻ മാറുന്ന അസുലഭമായ മുഹൂർത്തമാണ് അറഫയിൽ സമ്മേളിക്കുന്നത്.
അറഫയിൽ അള്ളാഹുവിനെ സ്മരിച്ച് തന്നോട് കേണ് കരഞ്ഞ് അപേക്ഷിക്കുന്ന സൃഷ്ടികളെ കാണുമ്പോൾ അള്ളാഹു തആല അഭിമാനം കൊള്ളുകയാണ്. അവരുടെ ഏതാവശ്യവും നിറവേറ്റാൻ സന്നദ്ധമാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഹജ്ജിന് ശേഷമുള്ള അവരുടെ ജീവിതം കൂടി നോക്കിയാണ് ഹജ്ജിൻ്റെ പ്രതിഫലമെന്നുള്ളത് നാം തിരിച്ചറിയുകയും ചെയ്യണം. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും മഹത്വപൂർണമായ ആ ഒരു സന്ദേശം, മനുഷ്യ കുലത്തിന് വേണ്ടുന്ന മാനവികതയുടെ മഹാസന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് പകർന്നു നൽകിയത് അറഫയുടെ മണ്ണിൽ വെച്ചാണ്. മനുഷ്യരെ, നിങ്ങളെല്ലാവരും ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും, അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ യാതൊരു നിലയിലുമുള്ളതായ വിവേചനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന സന്ദേശം. അതുപോലെ തന്നെ സ്ത്രീകളോട് ഏറ്റവും മാന്യമായ നിലയിൽ പെരുമാറണമെന്നുള്ളതായ സന്ദേശം. അതുപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന എല്ലാ രംഗങ്ങളും സമ്പൂർണമായ നിലയിൽ അവസാനിപ്പിക്കണമെന്നുള്ളതായ സന്ദേശം. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ നന്മകൾക്ക് വേണ്ടുന്ന എല്ലാ സന്ദേശങ്ങളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഹജ്ജിൽ തനിക്ക് ചുറ്റിലും ഒരുമിച്ച് കൂടിയതായ ആ ലക്ഷക്കണക്കിന് വരുന്ന തൻ്റെ അനുചരന്മാരോട് പകർന്നു നൽകിയത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അറഫ പ്രഭാഷണത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാനവികതയുടെ പ്രഖ്യാപനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറഫ ദിന പ്രഭാഷണമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും വിശ്വാസികളായിരിക്കുന്ന നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ വാക്കുകൾക്ക് കാതുകൊടുക്കുന്നവരാവുകയും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ത്യാഗത്തിൻ്റെ ഓർമ്മയിൽ നാം വിശുദ്ധമായ ബലിപെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായും ആ മഹാ വ്യക്തിത്വങ്ങളുടെ ആ ത്യാഗവും അവരുടെ ആ ത്യാഗനിർഭരമായ ജീവിതവുമെല്ലാം നമ്മളുടെ ജീവിതത്തിനും വിശ്വാസത്തിനുമെല്ലാം വഴികാട്ടിയായി തീരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.